ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ടൈം. സോങ് ഓഫ് എ ഡ്രീം എന്ന പാഠത്തിലെ ആക്ടിവിറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എടുക്കാനുള്ളത് ആക്ടിവിറ്റി 4, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 58. ആക്ടിവിറ്റി 4, എ ഫ്യൂ പോയറ്റിക് ഡിവൈസസ് ആർ ഗിവൺ ബിലോ. താഴെ കുറച്ച് പോയറ്റിക് ഡിവൈസുകൾ തന്നിരിക്കുന്നു. റൈറ്റ് ദം അഗെയിൻസ്റ്റ് ദയർ കറക്റ്റ് മീനിങ് given in column B, then complete column C. അതിൻ്റെ കറക്റ്റ് മീനിങ് നൽകിയിട്ടുണ്ട് കോളം ബിയിൽ. അപ്പോൾ നിങ്ങൾ കോളം എ പോയറ്റിക് ഡിവൈസ് ഏതാണ് കറക്റ്റാക്കി എഴുതുക. അതിൻ്റെ എക്സാമ്പിൾ കോളം സിയിലും എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് പോയറ്റിക് ഡിവൈസ് ഇവിടെ നൽകിയിരിക്കുന്ന പോയറ്റിക് ഡിവൈസ്? ഒന്ന് സിമിലിയുണ്ട്, അതുപോലെ മെറ്റഫർ, പേഴ്സണിഫിക്കേഷൻ, അതുപോലെ അലിറ്ററേഷൻ. 4 പോയറ്റിക് ഡിവൈസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി അത് പോയറ്റിക് ഡിവൈസും അതുപോലെ അതിൻ്റെ മീനിങ്ങും എക്സാമ്പിളുമാണ്. സിമിലി എന്ന് പറഞ്ഞാൽ എ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. ആസോ ലൈക്കോ കൊണ്ട് കമ്പാരിസൺ നടത്തുക, രണ്ട് വസ്തുക്കളെ കമ്പാരിസൺ നടത്തുന്നതിനാണ് സിമിലി എന്ന് പറയുക. ശ്രദ്ധിക്കുക, അതിൽ ഒന്നുകിൽ ആസോ അല്ലെങ്കിൽ ലൈക്കോ ഉണ്ടാകും. ദ മാജിക്കൽ വുഡ് വാസ് ലൈക്ക് എ പോപ്പി സ്പ്രാങ് അപ്പ്. അവിടെ ലൈക്ക് എന്നതുകൊണ്ടാണ് കമ്പാരിസൺ ചെയ്തിട്ടുള്ളത്. മാജിക്കൽ വുഡിനെ ലൈക്ക് എന്നതുകൊണ്ടാണ് നമ്മൾ കമ്പാരിസൺ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് മെറ്റഫർ. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ അൺലൈക്ക് തിങ്സ് സ്റ്റേറ്റിംഗ് ദാറ്റ് വൺ ഈസ് ദ അതർ ഓർ ഡസ് ദ ആക്ഷൻ ഓഫ് ദ അതർ. രണ്ട് വസ്തുക്കളെ കമ്പാരിസൺ ചെയ്യുകയാണ്, പക്ഷെ അവിടെ ആസോ ലൈക്കോ ഉണ്ടാവുകയില്ല. ആസോ ലൈക്കോ കൂടാതെ ഡയറക്റ്റ് കമ്പാരിസൺ നടത്തുന്നതിനാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഉദാഹരണം, ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് വേർ ദ ബേർഡ്സ് ദാറ്റ് സാങ്. സത്യത്തിൻ്റെ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ബേർഡ്സ് ഓഫ് ദാറ്റ് സാങ്, പാട്ടുപാടുന്ന പക്ഷിയാണ്, പാടുന്ന പക്ഷിയാണ്. അപ്പോൾ അവിടെ ലൈക്കോ ആസോ ഒന്നും കൊടുക്കാതെ, പോലെ എന്ന അർത്ഥമില്ലാതെ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ബേർഡ്സ് ദാറ്റ് സാങ് ആണ് എന്ന് വരുത്തി തീർക്കുകയാണ്. അത് ഡയറക്റ്റ് കമ്പാരിസൺ ആണ്, അതിൽ ആസോ ലൈക്കോ ഇല്ല. ദ സ്പിരിറ്റ്സ് ഓഫ് ലവ് വെർ ദ സ്റ്റാർ ദാറ്റ് ക്ലൗഡ്. ദ സ്പിരിറ്റ്സ് ഓഫ് പീസ് വെർ ദ സ്ട്രീം ദാറ്റ് ഫ്ലോഡ്. നെക്സ്റ്റ് അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് കോൺസണൻറ്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് ഇൻ ദ സെയിം ലൈൻ. ഒരേ വരിയിൽ കോൺസണൻ്റ് ശബ്ദങ്ങൾ ആവർത്തിക്കുക. ആ ശബ്ദങ്ങൾ തന്നെ വേർഡ്സിൻ്റെ തുടക്കത്തിലായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് റെഡ് ഇങ്കിൽ കാണിച്ചതുപോലെ ലോൺ ഇൻ ദ ലൈറ്റ് സ്റ്റാർ ഓഫ് ദ സ്പിരിറ്റ്സ്. ഇവിടെ ലൈറ്റ് എൽ എന്നുള്ള ല് എന്നുള്ള ശബ്ദം ലോൺ എന്നുള്ളതിലും ലൈറ്റ് എന്നുള്ളതും ഇ എന്നുള്ള ശബ്ദം ആവർത്തിച്ചു. സ്റ്റാർ സ്പിരിറ്റ്സ് സ് എന്നുള്ള ശബ്ദം ആവർത്തിച്ചു. ഓഫ് ലവ് ഗ്യാദർ ആൻഡ് ക്ലീം. സോങ് സ്പിരിറ്റ് സ്ട്രീം സ്പിരിറ്റ് എല്ലാത്തിലും സ് എന്നുള്ള ശബ്ദം. ജ് ഗ്യാദർ ഘ് ക്ലീം ഘ് എന്നുള്ള ശബ്ദം അവിടെയും ആവർത്തിച്ചു. അപ്പോൾ അതാണ് ഒരു ലൈനിൽ തുടക്കത്തിൽ, വാക്കിൻ്റെ തുടക്കത്തിലുള്ള കോൺസണൻ്റ് ശബ്ദങ്ങൾ ആവർത്തിക്കുന്നതിനാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേഴ്സണിഫിക്കേഷൻ. പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗിവൻ ഹ്യൂമൻ ട്രൈറ്റ്സ്, മനുഷ്യൻ്റെ എന്തെങ്കിലും വിശേഷ ഗുണങ്ങൾ, സ്വഭാവങ്ങൾ നൽകുക. ഓർ ക്വാളിറ്റീസ്, മനുഷ്യൻ്റെ എന്തെങ്കിലും ക്വാളിറ്റികൾ നൽകുക. ടു ആൻ ഇനാനിമേറ്റ്സ് ഒബ്ജക്റ്റ്, ഒരു ജീവനില്ലാത്ത വസ്തുവിന്, അചേതന വസ്തുവിന് മനുഷ്യൻ്റെ ക്വാളിറ്റിയോ സ്വഭാവമോ വിശേഷണ ഗുണങ്ങളോ ഒക്കെ നൽകുന്നതിനാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദ ഇനാനിമേറ്റ്സ് ക്വാളിറ്റീസ് ഓഫ് ട്രൂത്ത്. സത്യമെന്ന് പറയുന്ന ഇനാനിമേറ്റ്സ് ക്വാളിറ്റീസ് ലവ് ആൻഡ് പീസ് ആർ പ്രസൻറ്റഡ് ആസ് ഹാവിങ് ബോഡി ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് കമ്പയറിങ് ദം ടു സ്റ്റാർ ബേർഡ്സ് ആൻഡ് സ്ട്രീം. ഇവിടെ സ്പിരിറ്റ്സ്, അതുപോലെ ട്രൂത്ത്, ലവ്, പീസ്, ഇതിനൊക്കെ ട്രൂത്ത്, ലവ് ആൻഡ് പീസ് ഇവയൊക്കെ ഒരു ബോഡിയുള്ള സ്പിരിറ്റായിട്ട് കമ്പയർ ചെയ്തു. നക്ഷത്രങ്ങളോടും ബേർഡ്സിനോടും സ്ട്രീം അരുവിയോടൊക്കെ
ഇവയൊക്കെ കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്. ഇത് ഒരു പേഴ്സണിഫിക്കേഷൻ്റെ ഉദാഹരണമാണ്. ഇനി ആക്ടിവിറ്റി 5, അതിൽ ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് ആക്ടിവിറ്റി 5. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡു യു ലൈക്ക് ദ പോയം? നിങ്ങൾ ഈ പോയം ഇഷ്ടപ്പെടുന്നുണ്ടോ? വൈ? എന്തുകൊണ്ടാണ് ഈ പോയം ഇഷ്ടപ്പെടുന്നുണ്ടോ? തീർച്ചയായും, ഓഫ് കോഴ്സ്, തീർച്ചയായും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇത് നല്ലൊരു ഐഡിയൽ വേൾഡിന് നല്ലൊരു പ്രസൻറ്റേഷൻ നടത്തുന്നൊരു പോയാണ്. പിന്നെ ഇതിൽ ധാരാളം മെസ്സേജുകൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ഹ്യൂമൺ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട്, സ്പിരിച്വലായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് അതിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. വലിയ വലിയ അച്ചീവ്മെൻറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകുന്നുണ്ട് ഈ പോയം. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ തീം ഓഫ് ദി പോയം? ഈ പോയത്തിൻ്റെ തീം എന്താണ്? പിക്ക് ഔട്ട് എ ലൈൻ ഇൻ സപ്പോർട്ട് ഓഫ് യുവർ ആൻസർ. പോയത്തിൻ്റെ തീം, പ്രധാന ആശയം എന്താണ്? അതിനെ സാധൂകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന വരി എടുത്തെഴുതാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒരാശയം ഇതിന് നമുക്കിങ്ങനെ പറയാം, നമ്മുടെ ഇമാജിനേഷൻ അതിനെ എന്ത് ചെയ്യുകയാണ്? പ്രശംസിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ പെയിൻഫുള്ളായിട്ടുള്ള, വേദനാജനകമായ റിയാലിറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമാജിനേഷനെ ഇഷ്ടപ്പെടുന്ന ഒരു രൂപം. ഇനി തേർഡ് ക്വസ്റ്റ്യൻസ്, വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഈസ് ദ ഡ്രാമാറ്റിക് സിറ്റുവേഷൻ ഓഫ് ദി പോയം? ഈ പോയത്തിൻ്റെ ഏറ്റവും നാടകീയമായ രംഗം ഏതാണ്? ഫോർത്ത് ക്വസ്റ്റ്യൻസ്, വിച്ച് ലൈൻ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വരി ഏതാണ്? വൈ? എന്തുകൊണ്ടാണ് വരി ഇഷ്ടപ്പെടാനുള്ള കാരണം? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻസ്, വാട്ട് മെസ്സേജസ് ഡസ് ദ പോയം കൺവേ? എന്ത് മെസ്സേജാണ് ഈ പോയം നൽകുന്നത്? എന്ത് സന്ദേശമാണ് പോയം നൽകുന്നത്? സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി പോയം റിലേറ്റഡ് ടു ഇറ്റ്സ് തീം? ഈ ടൈറ്റിൽ തീമിനോട് എങ്ങനെയാണ് യോജിക്കുന്നത്, ബന്ധപ്പെടുന്നത്? സെവൻത് ക്വസ്റ്റ്യൻസ്, വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി പോയം ഈസ് റിവീൽഡ് ഇൻ ദ പോയം? പോയത്തിലൂടെ എന്ത് ആറ്റിറ്റ്യൂഡാണ് വെളിപ്പെടുത്തുന്നത്? എന്ത് സ്വഭാവമാണ്, എന്ത് മനോഭാവമാണ് വെളിപ്പെടുത്തുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് എഴുതുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്, നൗ റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദി പോയം. യു മേ ഗെറ്റ് ഐഡിയാസ് ഫ്രം ദ സാമ്പിൾ ഗൈഡ് ലൈൻ ബിലോ. താഴെ നൽകിയിരിക്കുന്ന ഗൈഡ് ലൈൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സാമ്പിൾ എഴുതാം. അപ്പോൾ ഇവിടെ നല്ല എങ്ങനെ ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാം എന്നതിൻ്റെ വ്യക്തമായൊരു ഗൈഡ് ലൈൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ ഉൾപ്പെടുത്തണം, നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം. 7 കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഒന്ന്, ഇൻട്രൊഡക്ഷൻ വേണം. രണ്ടാമത്തത് ലിറ്ററൽ മീനിങ്, ഇമാജറി ഉൾപ്പെടുത്തണം. ലിറിക്കൽ ക്വാളിറ്റികൾ, ഫിഗറേറ്റീവ് മീനിങ്, മെസ്സേജ്, കൺക്ലൂഷൻ. ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതേണ്ടത്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ, എന്തൊരു സംഗതിയും നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണം. എന്താണ് ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടത്? എബൌട്ട് ഓദർ, നമ്മൾ ഓദറിനെ കുറിച്ച് എഴുതണം. ആരുടെ കവിതയാണ് ഇത്? ഈ പോയം എഴുതുമ്പോൾ സരോജിനി നായിഡു, നൈറ്റിംഗേൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഗായികയും നല്ല അറിയപ്പെട്ട ഗായികയായ സരോജിനി നായിഡുവിൻ്റെ പോയമാണ് എന്ന രൂപത്തിൽ നമുക്ക് ഈ പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാം. ഇനി രണ്ടാമത്തതാണ് ഇതിൻ്റെ മെയിൻ തീം എന്താണ്? നേരത്തെ എത്രയോ പറഞ്ഞിട്ടുണ്ട് മെയിൻ തീം എന്താണ് എന്നുള്ളത്. ആ തീമാണ് രണ്ടാമത് ഇൻട്രൊഡക്ഷനായിട്ട് എഴുതേണ്ടത്. ഇനി സെക്കൻഡ് പോയിൻ്റ്, ലിറ്ററൽ മീനിങ്.
ലിറ്ററൽ മീനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ അർത്ഥത്തിന്, ഓരോ പോയത്തിനും അതിന് യഥാർത്ഥ അർത്ഥമല്ലാത്ത മറ്റൊരർത്ഥം, ഒരു ഇന്നർ മീനിങ് ഉണ്ടാകും. അത് എഴുതുക. ഇന്നർ മീനിങ് ആണ് രണ്ടാമത്തത് എഴുതേണ്ടത്. അപ്പോൾ ഇതിലുള്ള ഇന്നർ മീനിങ് ആയിട്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ എഴുതാനുണ്ട്. ഒരു ഡ്രീം ഓഫ് എ നൈറ്റ്, ദ പോയറ്റ് സ്റ്റുഡ് അലോൺ ഇൻ എ മാജിക്കൽ വുഡ് എന്ന് തുടങ്ങിയിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇന്നർ മീനിങ്ങൾ എഴുതാം. ഒരു നല്ലൊരു വിഷൻ കാണുന്നു, പാട്ട് കേൾക്കുന്നു, പക്ഷിയുടെ പാട്ട് കേൾക്കുന്നു, അത് സ്പിരിറ്റ് ഓഫ് ട്രൂ ആയിട്ട് നക്ഷത്രങ്ങളെ കാണുന്നു. അതുപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് ലവ്, ഇതെല്ലാം അതൊക്കെ പീസ്, സ്പിരിറ്റ് ഓഫ് പീസ്, ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ലിറ്ററൽ മീനിങ് എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് ഇമാജറി. ഇമാജറികൾ നമ്മൾ പോയത്തിൽ വന്നിട്ടുള്ള ഇമാജറികൾ നമ്മൾ എഴുതണം. അതിൻ്റെ ഇമേജുകൾ, ഓരോ സീനുകളുണ്ടല്ലോ, പക്ഷി പാട്ട് പാടുന്ന സീനുണ്ട്, അത് എന്താണ് അർത്ഥമാക്കുന്നത് അത് എഴുതുക. അതുപോലെ വിഷ്വൽ ഇമേജറി, നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ച് പോയത്തിൽ പറയുന്നു, ആ നക്ഷത്രങ്ങളെ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. അതുപോലെ നല്ല അരുവി ഒഴുകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്നു, അത് എന്താണ് അർത്ഥമാക്കുന്നത്. അതൊക്കെയാണ് ഇമാജറിയിൽ എഴുതേണ്ടത്. അപ്പോൾ അതിൽ പോയത്തിൽ കൊടുത്തിരിക്കുന്ന ഇമാജറിയെക്കുറിച്ച് നമ്മൾ നേരത്തെ മുമ്പത്തെ ആക്ടിവിറ്റിയിലൊക്കെ പറഞ്ഞതാണ്. വിഷ്വൽ ഇമാജറി, പലതരത്തിലുള്ള ഇമാജറികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താം. ഇനി നാലാമത്തതാണ് ലിറിക്കൽ ക്വാളിറ്റി, വരികളുടെ ഭംഗി നമുക്ക് ഉൾപ്പെടുത്തണം. ഒന്ന്, അതിൻ്റെ സൗണ്ട്, ആലാപനമായിട്ടുള്ള ഭംഗി. അതുപോലെ തന്നെ മറ്റൊന്നാണ് വരികളുടെ ഭംഗിയുടെ റൈംസ്, അലിട്രേഷൻ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഒരു റിതമാറ്റിക്കൽ, പോയറ്റിന് നല്ലൊരു ഇൻസ്പിറേഷൻ നൽകുന്ന, ഫസ്റ്റ് വരി തന്നെ നല്ലൊരു ഇൻസ്പിറേഷൻ നൽകുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് വരിയും നല്ല റൈമിംഗ് വേർഡ്സുകൾ പോയറ്റ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റുഡ്, വുഡ്, സ്പ്രാങ്, സാങ്, ക്ലൗഡ്, ഫ്ലൗഡ്, ക്രൗ, ലവ്, യൂത്ത്, ട്രൂത്ത്, ലോ, ഫ്ലോ, ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം റൈമിംഗ് വേർഡ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. റൈം സ്കീം, പോയറ്റിൻ്റെ റൈം സ്കീം എ ബി ബി ആൻഡ് സി സി, ഇതൊക്കെയാണ് നമ്മൾ ലിറിക്കൽ ക്വാളിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഒന്ന് സൗണ്ട്സ്, അതുപോലെ തന്നെ റൈംസ്, അലിട്രേഷൻ ഒക്കെ ഉൾപ്പെടുത്താം. ഇനി അടുത്തത് ഫിഗറേറ്റീവ് മീനിങ്. നമ്മൾ നേരത്തെ ലിറ്ററൽ മീനിങ്, ഒരു ഇന്നർ മീനിങ് ഉണ്ടാകും എന്ന് പറഞ്ഞു. പോയത്തിന് ടോട്ടലി ഒരു ഇന്നർ മീനിങ് ഉണ്ടാകും. അതിന് പുറമെ ഫിഗറേറ്റീവ് മീനിങ്, അതായത് ഓരോ വാക്കുകൾക്കും സ്പെഷ്യലായിട്ടുള്ള അർത്ഥങ്ങൾ നൽകും. ഓരോ സ്പെഷ്യൽ അർത്ഥങ്ങൾ, വാക്കുകളിലൂടെ നമ്മൾ ഇറങ്ങി ചെന്നിട്ട് അർത്ഥങ്ങൾ കണ്ടെത്തും. അതിനെക്കുറിച്ചാണ് നമ്മൾ പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത്. അത് ഇതുപോലെ സിമിലി, മെറ്റഫർ, പേഴ്സണിഫിക്കേഷൻ പോലെ അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ആ പേഴ്സണിഫിക്കേഷനും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താം. അതാണ് നമ്മൾ ഫിഗറേറ്റീവ് മീനിങ്ങിൽ നൽകേണ്ടത്. ഇനി അടുത്തതാണ് മെസ്സേജ്. ഈ പോയം വായനക്കാർക്ക് നൽകുന്ന സന്ദേശം, മെസ്സേജസ് കൺവേഡ്, എന്ത് സന്ദേശമാണ് പോയം വായനക്കാർക്ക് നൽകുന്നത്. ഈ പോയം നൽകുന്നത് എന്താണ്? സിഗ്നിഫിക്കൻസ് ഓഫ് ഹാർമോണിയസ് കോമ്പിനേഷൻ ഓഫ് ദ ത്രീ ഡിവൈൻ ആട്രിബ്യൂട്ട്സ് സച്ച് ആസ് ട്രൂത്ത്, പീസ് ആൻഡ് ലവ്. ഈ മൂന്ന് മൂല്യവത്തായ ക്വാളിറ്റികൾ അതിൽ പടുത്തുയർത്തണം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ എന്നുള്ള വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഇപ്പം അതൊന്നുമില്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ നിലനിൽക്കണം. ട്രൂത്തും ലവ്, പീസ്, ഇത് മൂന്നും നിലനിൽക്കണം എന്നുള്ള വലിയൊരു സന്ദേശം. അത് സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ജസ്റ്റിഫിക്കേഷൻ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വരിയും നമുക്ക് നൽകാം. ഇനി അവസാനമായി നൽകേണ്ടതാണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞ ഇവാലുവേഷൻ ഓഫ് ദ പോയം. ഈ പോയത്തെ നമ്മളൊന്ന് വിലയിരുത്താം. എങ്ങനെയാണ് നമ്മുടെ ഭാഷയിൽ അതിനെ വിലയിരുത്തുക, അതാണ് കൺക്ലൂഷനിൽ വേണ്ടത്.
അപ്പോൾ ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കണം. ഇൻട്രൊഡക്ഷൻ, ലിറ്ററൽ മീനിങ്, അതായത് അതിൻ്റെ ഒരു ഇന്നർ മീനിങ്, ഇമേജറി, പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഇമേജറി. നമ്മൾ പലതരത്തിലുള്ള ഇമേജറിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിഷ്വൽ ഇമേജറി, ഓഡിറ്ററി ഇമേജറി, അങ്ങനെ തുടങ്ങിയിട്ട് 5 തരം ഇമേജറികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, ലിറിക്കൽ ക്വാളിറ്റീസ്, വരികളുടെ ഭംഗി, സൗണ്ട്, റൈംസ്, അലിട്രേഷൻ, ഇതൊക്കെ കൊടുക്കാം. അതുപോലെ വരികളുടെ ഭംഗി, ഫിഗറേറ്റീവ് മീനിങ്, വാക്കുകൾ, പോയറ്റിക് ഡിവൈസ്, സിമിലി, മെറ്റഫർ, പേഴ്സണിഫിക്കേഷൻ, ഇതുപോലത്തത്. പിന്നെ മെസ്സേജ്, വായനക്കാർക്ക് നൽകുന്ന സന്ദേശം എന്താണ്. കൺക്ലൂഷൻ, അതിൻ്റെ സമാപനം, കൺക്ലൂഷൻ ചെയ്യുക, പോയത്തൊന്ന് വിലയിരുത്തുക. ഇതാണ് നമ്മൾ അപ്രീസിയേഷനിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ വിശാലമായൊരു അപ്രീസിയേഷൻ തയ്യാറാക്കുകയും വേണം. പോയത്തെക്കുറിച്ച് നല്ലൊരു അപ്രീസിയേഷൻ എഴുതേണ്ട രൂപമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 7 പോയിൻറ്റുകളും വെവ്വേറെയാക്കിയിട്ട് തന്നെ എഴുതണം. ഇൻട്രൊഡക്ഷൻ ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതുക, ലിറ്ററൽ മീനിങ് നെക്സ്റ്റ് സെൻറ്റൻസ്, ഇമേജറി നെക്സ്റ്റ്, ലിറിക്കൽ ക്വാളിറ്റീസ് നെക്സ്റ്റ്, ഫിഗറേറ്റീവ് മീനിങ് നെക്സ്റ്റ്, അങ്ങനെ മെസ്സേജ്, കൺക്ലൂഷൻ, അങ്ങനെ ഓരോന്നും ഓരോ പാരഗ്രാഫ് ആക്കിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. വിശാലമാക്കി തന്നെ എഴുതുക. ഇതിൽ നിന്ന് ഒറ്റ പോയിൻ്റ് വിട്ടുപോകരുത്. ഓക്കെ. ഇനി എഴുതേണ്ട മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ചോദിക്കാവുന്നതാണ്. ഇത് എഴുതിയിട്ട് പെട്ടെന്ന് വിട്ടുതരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.